വിട്ടുമാറാത്ത ഗ്യാസിന്റെ പ്രയാസമുള്ളവർ ഈ പറയുന്ന 5 കാര്യങ്ങൾ തുടർന്നുള്ള ഒരു 30 ദിവസത്തേക്ക് ഒരു മാസത്തേക്ക് കൃത്യമായിട്ട് ഫോളോ ചെയ്ത് നോക്കൂ. നിങ്ങളുടെ ദഹന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഗ്യാസിന്റെ പ്രയാസം നല്ല രീതിയിൽ കുറഞ്ഞു വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. പലപ്പോഴും ഇങ്ങനെയുള്ള ഗ്യാസിന്റെ പ്രയാസങ്ങളൊക്കെ പലരെയും വിട്ടുമാറാത്തതിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ അവർ തന്നെയാണ്, അല്ലെങ്കിൽ ഈ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ തന്നെയാണ്. അവരുടെ ഭക്ഷണ രീതികളും ഭക്ഷണക്രമങ്ങളും ഇഷ്ടങ്ങളും പലപ്പോഴും മാറ്റിവെക്കാൻ പറ്റാത്തത് കൊണ്ട്, അത് കൃത്യമായി നിയന്ത്രിക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെയാണ് ഇങ്ങനെയുള്ള ദഹന പ്രശ്നങ്ങൾ പലരെയും വിട്ടുമാറാണ്ട് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ പറയുന്ന 5 കാര്യങ്ങൾ ഒരു 30 ദിവസത്തേക്ക് കൃത്യമായി ചെയ്തു നോക്കൂ. നിങ്ങൾക്ക് നല്ല വ്യത്യാസങ്ങൾ നിങ്ങളുടെ ഗ്യാസിന്റെ പ്രയാസത്തിൽ കാണാനായിട്ട് കഴിയും. അതിൽ ഒന്നാമത്തെ കാര്യമാണ് പുളിയുള്ള ഭക്ഷണങ്ങൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കുക. തുടർന്നുള്ള 30 ദിവസത്തേക്ക് നിങ്ങളുടെ ഭക്ഷണങ്ങളിൽ നിന്ന് പുളിയുള്ള ഭക്ഷണങ്ങൾ, ഫ്രൂട്ട്സ് ആയിക്കോട്ടെ മറ്റ് ഭക്ഷണപദാർത്ഥങ്ങളായിക്കോട്ടെ, പുളി അടങ്ങിയ ഭക്ഷണപദാർത്ഥങ്ങൾ കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യുക. രണ്ടാമത്തെ കാര്യം, കൃത്യസമയത്ത് തന്നെ ഭക്ഷണം കഴിക്കാനായിട്ട് ശ്രമിക്കുക. രാവിലെ, ഉച്ചയ്ക്ക്, വൈകുന്നേരം, രാത്രി ഒരു പർട്ടിക്കുലർ ടൈം അതിനുവേണ്ടി തന്നെ സമയം കണ്ടെത്തി മാറ്റിവെച്ച് കൃത്യമായി ഭക്ഷണം കഴിക്കാനായിട്ട് ശ്രമിക്കുക. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്, രാത്രിയിലെ ഭക്ഷണം വളരെ നേരത്തെ കഴിക്കുക. ഒരു 8 മണിക്ക് മുമ്പെങ്കിലും കഴിക്കാൻ പറ്റുകയാണെങ്കിൽ അത് നിങ്ങളുടെ ദഹന പ്രശ്നങ്ങൾ, ഗ്യാസിന്റെ പ്രയാസങ്ങളൊക്കെ വിട്ടുമാറാൻ നിങ്ങളെ സഹായിക്കുന്നതാണ്. നാലാമത്തെ കാര്യം മറ്റൊന്നുമല്ല, മദ്യപാനം, പുകവലി. ഈ ഒരു ശീലം നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് പൂർണ്ണമായിട്ടും ഒഴിവാക്കേണ്ടതാണ്. അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത്, പ്രോബയോട്ടിക് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് കഴിക്കാനായിട്ട് ശ്രമിക്കുക. നമുക്ക് പുളിയില്ലാത്ത തൈര് നല്ലൊരു പ്രോബയോട്ടിക് ആണ്. അതുപോലെ തന്നെ യോഗേട്ട്, ബട്ടർ മിൽക്ക്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ കഞ്ഞിയായിട്ട് കുടിക്കാം. ഇതൊക്കെ നല്ല രീതിയിൽ, കഞ്ഞി എന്ന് പറയുമ്പോൾ തലേ ദിവസം വെച്ചിട്ട് പിറ്റേ ദിവസം കഴിക്കുന്ന രീതിയിൽ കഞ്ഞി കുടിക്കുകയാണെങ്കിൽ അതൊരു നല്ലൊരു പ്രോബയോട്ടിക് സോഴ്സ് ആണ്. അതുപോലെ തന്നെ സോർക്രേട്ട് ഇതുപോലെ ഉപ്പിലിട്ട് നിങ്ങൾക്ക് കഴിക്കാം. ഇതൊക്കെ നമുക്ക് പ്രോബയോട്ടിക് ആയിട്ട് നമ്മുടെ കുടലിൽ നല്ല ബാക്ടീരിയകൾ ഉണ്ടാക്കാനും വിട്ടുമാറാത്ത ഗ്യാസ്, ദഹന പ്രശ്നങ്ങളൊക്കെ വിട്ടുമാറാനും നിങ്ങളെ സഹായിക്കും. അതുകൊണ്ട് തന്നെ ഗ്യാസിന്റെ പ്രയാസം നിങ്ങൾ എന്ത് ചികിത്സ ആയിക്കോട്ടെ എടുക്കുന്നത്, ഈ പറയുന്ന കാര്യങ്ങൾ ഒരു 30 ദിവസത്തെങ്കിലും മിനിമം നിങ്ങളൊന്ന് ചെയ്ത് നോക്കൂ. നല്ല ചേഞ്ചസ്, നല്ല റിസൾട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും.